സൂപ്പർ പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ. ഞാൻ ശരിക്കും എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് സിനിമ ഇറങ്ങിയത് തന്നെ. തിയേറ്ററിൽ ഇറങ്ങിയ 5 വയസ്സുള്ളപ്പോഴാണ്. മമ്മൂക്കയാണ് എൻ്റെ ഇപ്പം ഞാൻ വാൾപേപ്പർ കാണിച്ചു തരാം. അതെ, ഞാൻ കട്ട ഫാനാണ്. അതേ കണ്ട മമ്മൂക്കയുടെ അടുത്ത പടത്തിനുള്ള പോസ്റ്ററാണ് ബസൂക്ക എന്ന് പറയും. എന്താണെന്ന് അറിയാൻ പാടില്ല. സൂപ്പർ പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇക്കാണ് ഇക്ക മമ്മൂക്കയുടെ ഇത് ഒന്നും പറയാനില്ല. നല്ല അടിപൊളി പൊളി മച്ചാനെ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം തന്നെ കേട്ടോ. 4K ആണ്. അടിപൊളി. മമ്മൂക്ക അപ്പോഴും ആക്ഷൻ അടിപൊളി കിടിലനുഭവം. നല്ല പടമല്ലേ? അടിപൊളി സൂപ്പർ. കൊള്ളാം അടിപൊളി. ഒന്നും പറയാനില്ല. സൂപ്പർ. പടം കണ്ടു. 4K അടിപൊളി ആവേശം തന്നെയാണ്. ഇപ്പോഴും രോമാഞ്ചം തന്നെയാണ് സിനിമ. എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം 4K. ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ജനിച്ചത് 3 വയസ്സുണ്ട്. എല്ലാവരും വന്ന് കാണണം. അതേ എഫക്റ്റിൽ തന്നെ ഇന്നും നിൽക്കുന്ന ഒരു സിനിമയാണത്. എല്ലാവരും വന്ന് കാണണം. സൗണ്ട് എഫക്ട്സ് ആണെങ്കിൽ ഒന്നുമില്ല. നമ്മൾ ടൈം ലെങ്ത് ഒന്ന് കുറച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. ഇല്ല ഒന്നും ചെയ്തില്ല. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇപ്പോഴും ആ ആവേശം ഇപ്പോഴും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും അത്രയ്ക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരികയാണെന്ന്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ബാക്കി ഇനിയും പറയട്ടെ. പടം അടിപൊളിയാണ്. ഞാൻ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോഴും ആ ഗൂസ് ബംസ് മാറിയിട്ടില്ല. അപ്പം ഓരോ ഇടിക്കും നമുക്ക് ആ ഒരു ഗൂസ് ബംസ് ഫീൽ ചെയ്യണം. മമ്മൂക്കയുടെ ഗ്ലാമറൊക്കെ ആ ഒരു ടൈമിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ സിനിമ അടിപൊളിയാണ്. ഗംഭീരമായിരുന്നു. അന്ന് കണ്ട അതേ ആവേശവും അതേ മ്യൂസിക്കും. പിന്നെ രാജാമണി സാറിനെയൊക്കെ നമ്മളിപ്പോൾ തൊഴുന്ന്. അത്രയും നല്ല ആറാറാണ്. ഗംഭീര ആറാറ് പരിപാടി. എന്താ പറയുക, അന്ന് കണ്ട അതേ ആവേശത്തിലാണ് ഞങ്ങൾ ഭയങ്കര ഉള്ളിൽ കിടന്ന് കൈയടിയും ബഹളവും ഓരോ പഞ്ചിനും കൈയടിയായിരുന്നു. അടിപൊളിയായിരുന്നു. സ്വാഗും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? എടാ, ഇതൊക്കെ ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം. ഒന്ന് പോയടാ. മമ്മൂക്കൊക്കെ ഇനി ഞാൻ പറയണോ? ലോകത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫാനായതുകൊണ്ടും ആ സിനിമ അന്ന് അത് അത്ര ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. അതുകൊണ്ട് ഇന്നും വന്ന് കാണാൻ വന്ന്. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കാണണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അന്ന് നടന്നില്ല, ഇന്ന് നടന്നു. സെയിം ഫ്രഷ്നസ്. ഒരു സെക്കൻഡിലാകിയില്ലല്ലോ. പൊളിച്ചടുക്കില്ലേ. നല്ല രസമുണ്ട്. എല്ലാവരും കണ്ടില്ലേ? ആ, നന്നായിട്ടുണ്ട്. നല്ല സൗണ്ടൊക്കെ അടിപൊളിയാണ്. വിഷ്വലി ഒക്കെ നന്നായിട്ടുണ്ട്. ഇത് സിനിമയെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. സിനിമ ഓൾറെഡി ആണല്ലേ. ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ മിസ് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളെ. മണിച്ചേട്ടനെ കണ്ടപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ, സുകുമാരി ചേച്ചി, ക്യാപ്റ്റൻ രാജ് സാറ്, അങ്ങനെ എന്തോരം ആർട്ടിസ്റ്റുകളായിരുന്നു അതിൽ. അവരെ കണ്ടപ്പോൾ വീണ്ടും ഒരു സന്തോഷം തോന്നി സ്ക്രീനിൽ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എടാ, ഇത് നമ്മളിങ്ങനെ ഓരോ ഐറ്റത്തിൽ ഇങ്ങനെ നിന്നങ്ങ് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. രാജമണി സാറിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആറാറുണ്ട്, വേറെ ലെവലാണ്. 2020 ഒക്കെ ചെയ്ത ഓർമ്മയില്ലേ? അതാണ് പൊളി. എല്ലാത്തിൻ്റെയും പഞ്ചിങ് മ്യൂസിക്കാണ്. ഞാൻ പണ്ടിത് മിമിക്രിയിൽ ഞാൻ അനുകരിച്ചിട്ടുണ്ട് ഈ മ്യൂസിക്. ഈ സെയിം സാധനം. ഓക്കെ അപ്പാ, ബൈ. സ്ക്രീൻ വീണ്ടും എല്ലാം നല്ല തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെ, പാട്ടൊക്കെ അടിപൊളിയല്ലേ. എല്ലാം ഗംഭീരം. ഓക്കേടാ, ഇന്ന് വേറെ പടം ഇറങ്ങിയിട്ടില്ലേ? അപ്പോൾ ശരി കേട്ടോ, കാണാം. 2000 ഇറങ്ങി. പണ്ട് ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തിയേറ്ററിൽ ഇത്രയും നൂതനമായ സാങ്കേതിക വിദ്യയൊക്കെ വെച്ച് ഇപ്പോൾ 4K റീമാസ്റ്റേഡ് ഡോൾബി അറ്റ്മോസിൽ പടം തിരിച്ചു വരുമ്പോൾ അതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ പല ജനറേഷൻസിലെ ആളുകളുടെ കൂടെ ഇരുന്നിട്ടാണ് ഇന്ന് കാണാൻ പറ്റിയത്. അതിലേറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ ഒരു യങ്ങർ ക്രൗഡ് ഉണ്ടല്ലോ. ഈ പടം ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത, ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെയുള്ളൊരു കുട്ടിയുണ്ട്. ആൾക്ക് 5 മാസമുള്ള സമയത്ത് ഈ സിനിമ റിലീസായിട്ടുള്ളത്. അപ്പോൾ ആളിപ്പോൾ എൻ്റെ കൂടെ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്കൊക്കെ ഒരു മൈൽ സ്റ്റോൺ പ്രോജക്റ്റാണ് വല്യേട്ടൻ. ഒരു ഓണറാണ് ഇങ്ങനത്തെ സിനിമകളിൽ. മലയാളം സിനിമേനെ റീഡിഫൈൻ ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. ജനങ്ങൾ തിയേറ്ററിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്ത സിനിമകളുണ്ട്.
ആ നൊസ്റ്റാൾജിയും ഇമോഷനും എല്ലാം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാവരും. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സോ പേഴ്സണലി ഞാൻ വളരെ ഓണേർഡ് ആണ്. എനിക്ക് എന്താ ഒരു ഓവർവെൽഡ് ഫീലിംഗ് ആണ് ആക്ച്വലി. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. അതും ഇതുപോലൊരു സിനിമയുടെ ഭാഗമാവുക. ഇപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് സിനിമ കാണാം. നമ്മളെ ഈ ഷോ കാണാൻ ഷാജി സാറിൻ്റെ മക്കൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് രണ്ടാമത് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഒരു കോർ മെമ്മറിയാണ്. ഞാൻ ഒരു ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. മമ്മൂക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കയുടെ ഒരു മാസ് പടം ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളുണ്ട്. മമ്മൂക്കയുടെ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള പണ്ടത്തെ കുറേ പടങ്ങളുണ്ട്. അതിപ്പം തനിയാവർത്തനം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്. തനിയാവർത്തനം ഇപ്പം പുള്ളി ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല സിനിമകളുണ്ട്. കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. വലിയേട്ടൻ ഇതുപോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ട് ടി വിയിലും കണ്ട സിനിമയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാവരും. ബിലാൽ ഷുഡ് കം ബാക്ക്. കാരണം മമ്മൂക്ക നടക്കുന്നത്, മമ്മൂക്ക ഭയങ്കര സ്വാഗ് ഉള്ളൊരു ആക്ടറാണ്. മമ്മൂക്ക ഈസ് എ വെരി സ്റ്റൈലിഷ് ആക്ടർ. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഇവൻറ്റ്സിനും മമ്മൂക്ക വരുമ്പോൾ നമ്മളെല്ലാവരും നോക്കാറുണ്ട് എങ്ങനെയാണ് പുള്ളി പ്രസൻറ്റ് ചെയ്യുന്നതെന്ന്. പുള്ളി എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ ഭയങ്കര പ്രോഗ്രസീവായ റിസപ്റ്റീവായ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ആർട്ടിസ്റ്റും ഒരു പേഴ്സണും ആണെന്ന് എനിക്ക് വ്യക്തിപരമായി എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോ ആളുടെ ഒരു ഇത്ര കൾട്ടായിട്ടുള്ളൊരു സിനിമ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷം, അഭിമാനം. താങ്ക് യു. പടം അടിപൊളി. നമ്മൾ കണ്ട മൂവി ആണെന്നുണ്ടെങ്കിലും അത് 4K ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്റേർഡ് വേർഷൻ കാണുമ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ കലാഭവൻ മണിച്ചേട്ടൻ അതേപോലെ തന്നെ NF വർഗീസ് ഒന്നും കൂടി ബാക്ക് ടു തിയേറ്റേഴ്സ് കാണാൻ പറ്റിയ ഒരു ചാൻസും കൂടിയിട്ടാണ്. പിന്നെ മമ്മൂട്ടി സാറിൻ്റെ മാസൻ ക്ലാസ്സിലുള്ള വരവും പിന്നെ ഇട്ടിക്കണ്ടപ്പന്മാരായിട്ടുള്ള ഫൈറ്റും അതെല്ലാം കൂടിയിട്ടൊരു ആക്ഷൻ പവർ പാക്ഡ് മൂവി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊരു നല്ലൊരു ക്വാളിറ്റിയിൽ സൗണ്ട് ക്വാളിറ്റി, ഒരു മികച്ച സൗണ്ട് ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റിയിൽ കൂടിയിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്ലസ് ഇതൊരു ഫാൻ ഷോയും കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഡബിൾ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫാൻസിൻ്റെ കൂടെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും ഈ ഒരു ഫസ്റ്റ് ഡേ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഇത് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. നല്ല മൂവിയാണ്. ഞാൻ ഈ പടം റിലീസാകുമ്പോഴേക്ക് ഞാൻ ജനിച്ച ഇയറിലാണ് ഈ പടം റിലീസായത്. ഞാൻ 2000-ലാണ് ജനിച്ചത്. സെപ്റ്റംബറിൽ എനിക്ക് 6 months ഉള്ളപ്പോഴാണ് ഞാൻ ജനിച്ചത്, ലൈക്ക് ഇത് ഇറങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞ് 24 years, എനിക്കും ഈ മൂവിക്കും 24 years ആണ്. സോ 24 years കഴിഞ്ഞ് ഈ മൂവിയുടെ റിലീസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുഞ്ഞിലെ തന്നെ കണ്ട് വളരുമ്പോൾ കണ്ടൊരു മൂവി തന്നെയാണ്. പക്ഷേ അത് 4Kയിൽ ആ ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര അതെ സിനിമയാണ്. ചില സിനിമയൊക്കെ നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്ക് മതി വരില്ല. അപ്പോൾ അതേപോലത്തെ ഒരു സിനിമ തന്നെയാണ് വലിയേട്ടൻ. അപ്പോൾ അത് 4Kയിൽ കാണുമ്പോഴേക്കും അതിൻ്റെ നമ്മൾ കൈരളിയിലോ അല്ലെങ്കിൽ വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലോ കണ്ട ഒരു ക്വാളിറ്റിയിലല്ല നമ്മൾ കാണുന്നത്. ഇതൊരു ബിഗ് സ്ക്രീനിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് തന്നെയാണ്.